ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബ്രക്കോളി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുള്ളത്. ബ്രക്കോളി പല ടൈപ്പിൽ ഉണ്ടാക്കാം. നമുക്കറിയാലോ, നമുക്ക് ഓവൻ ചെയ്തിട്ടുണ്ടാക്കാം. അല്ലാത്ത രീതിയിൽ നമുക്ക് സ്റ്റീം ചെയ്തിട്ടൊക്കെ ഒരു ഡയറ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കാം. ഇത് ജസ്റ്റ് നമ്മൾ സാധാ വറവ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ബ്രക്കോളി അതേപോലെ കട്ട് ചെയ്യാം. പൊടിച്ച് കളയരുത് കേട്ടോ. ഇതിൻ്റെ ആ തണ്ട് മാത്രം കട്ട് ചെയ്തതിന് ശേഷം 2 ക്യാപ്സിക്കോ 3 ക്യാപ്സിക്കോ എടുക്കുക. കളർഫുള്ളായിട്ട് എടുക്കാം. ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ എടുക്കാം. അതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യാം, സാധാ ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കുരുമുളക് കട്ട് ചെയ്തിച്ച് ഉള്ളി, പിന്നെ ഒരു 2-3 പച്ചമുളക്. അതിന് ശേഷം എന്ന് വെച്ചാൽ ചട്ടി വെക്കാം. ഇതൊന്ന് ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണായിരിക്കും ബെറ്റർ. സാധാ ഓയിൽ വെച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ചെറുത് പറ്റാതാണ്. ഇച്ചിരി വെച്ചാൽ മതി, കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി കഴിക്കാം. ദാറ്റ്സ് ഓൾ. അതിനുശേഷം ചെയ്യാം ഇച്ചിരി ഹർദൽ സോറി ഇച്ചിരി കടുക് ഇച്ചിരി കടുക് കാവിലിട്ടാണ് കടുക് തീക്കിട. അത് കട്ട് ചെയ്ത് വെച്ചിട്ട് സാറാ വീഡിയോ ലെങ്ത് കൂടാൻ പാടില്ല. അതല്ല ഉള്ളി കട്ട് ചെയ്ത് വെച്ച ഉള്ളി സൗണ്ടൊക്കെ വരും. അതൊക്കെ ഒരു കയ്യിലെടുക്കുക. ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ ഒന്ന് ഇളക്കിയിട്ട് പക്ഷേ എന്താ പറയുക, നന്നായിട്ട് ഡ്രൈ ആവില്ല. ഉള്ളി ജസ്റ്റ് എന്താ പാടുള്ളൂ, ജസ്റ്റ് ഒന്നിങ്ങനെ വാടാനേ പാടുള്ളൂ. ജസ്റ്റ് ഓക്കെ. നന്നായിട്ട് നമ്മൾ തൂണിക്കാനെന്ന പോലെയൊക്കെ അങ്ങനെ പറ്റി തോന്നെടുക്കരുത്. അതിന് ശേഷം എന്ത് ചെയ്യുക, എന്താ ചെയ്യുക, ഇപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ ബ്രക്കോളി ആൻഡ് ക്യാപ്സിക്കോ ഒക്കെ എന്ത് ചെയ്യുക ഇതിനകത്തേക്ക്. ഓക്കെ. ഇനി ആവശ്യത്തിന് എന്ത് ചെയ്യാം, ആവശ്യത്തിന് സോൾട്ട്. ഓക്കെ, ആവശ്യത്തിന് സോൾട്ട്. ഓക്കെ, ഇത് മതി അല്ലേ, മതി. ഓക്കെ, അതിന് ശേഷം ഫ്ലൈമിന് കുറയ്ക്കുക. അതിന് ശേഷം വീണ്ടും ചെയ്യാം, നന്നായിട്ട് ഇളക്കി സെറ്റാക്കിയിട്ട് ചെറിയ ഫ്ലൈമിന് ഒരു 7-8 മിനിറ്റ് അടച്ചു വെക്കാം. ഓക്കെ, സെക്കൻഡ്. ഇങ്ങനെ അതിന് ശേഷം മിക്സാക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മളെന്തെങ്കിലും എടുത്തിട്ട് അടച്ചു വെക്കാം. ഓക്കെ.